എന്ത് കാര്യവും മനുഷ്യനാൽ കഴിയുന്നതാണ്. നമ്മൾ ഈ ജന്മത്തെ എന്ത് ചെയ്തു എന്ന് ആദ്യം ചോദിക്കണം. നമുക്ക് ഇപ്പോൾ ഈ നക്ഷത്രത്തിൽ ജനിക്കണ്ടായിരുന്നു എന്ന് പറയുന്ന അതേ വ്യക്തികൾ ഈ ജന്മത്തിന് വേണ്ടി നമ്മൾ എന്താ ചെയ്തത് എന്ന് സ്വയം ചിന്തിക്കണം. പിന്നെ ആ റിയാലിറ്റിയായിട്ട് നമ്മൾ പൊരുത്തപ്പെടാനായിട്ട് ശ്രമിക്കണം. ആ സാഹചര്യത്തിനെ മാറ്റാനായിട്ടുള്ള ശ്രമം ഇവരെന്താ കൊടുത്തേ? പലപ്പോഴും അച്ഛനോ അമ്മയൊക്കെ ഒരു കുട്ടിയുടെ ജാതകം ഇപ്പം വിവാഹം നോക്കാനായിട്ടായിരിക്കും കൊണ്ടുവരിക, അല്ലെങ്കിൽ അന്വേഷിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമായിരിക്കും അന്വേഷിക്കുക. ആ സമയത്ത് മാത്രമാണ് ശരിക്കും ജാതകം നോക്കേണ്ടത്? അതോ നമ്മൾ ആദ്യമേ നമ്മൾ ആണെങ്കിലും അതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണോ? അല്ലെങ്കിൽ ആ പ്രശ്നം വന്നതിന് ശേഷം പോയി കൺസൾട്ട് ചെയ്തതിനേക്കാളും ഇതിന് മുമ്പേ ഒരു പരിഹാരം കണ്ടെത്തുകയോ അല്ലെങ്കിൽ അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുകയോ ചെയ്യുന്നതായിരിക്കില്ലേ നല്ലത്? അതെ, ആദ്യമേ ജാതകം വിശകലനം ആദ്യമേ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. എപ്പോഴും നമ്മളൊരു പ്രശ്നത്തിലായിട്ട് അതിന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നതിന് മുമ്പ്, പ്രശ്നം വരുന്നതിന് മുമ്പ് ഒരു പരിഹാരം കണ്ടുപിടിച്ച് അതിനനുസരിച്ച് പോകുന്നത് തന്നെയാണ് നല്ലത്. ചിലപ്പോൾ ആദ്യമേ കേൾക്കാറുണ്ട്, മകൻ അല്ലെ മകൾ തന്നെ വിട്ടുപോകും, അല്ലെങ്കിൽ കുടുംബത്തിൽ നിൽക്കില്ല, അല്ലെങ്കിൽ സ്നേഹത്തിലൊരു അകൽച്ച വരും. അങ്ങനെ നേരത്തെ ചില കാര്യങ്ങൾ, അതുപോലെ മുൻകൂട്ടി കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ, നേരത്തെ കല്യാണം കഴിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് ബന്ധം വേർപെട്ട് പോകും, അല്ലെങ്കിൽ 2 വിവാഹം പറഞ്ഞിട്ടുണ്ട്, ജോലി താമസിച്ചേ ലഭിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോൾ നേരത്തെ അതിനുള്ള ശ്രമങ്ങൾ, അപ്പം ഇങ്ങനെ പ്രശ്നങ്ങൾ വരും, എന്നാൽ ഇപ്പം വിവാഹം കഴിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ച് പോകുന്നതായിരിക്കില്ലേ നല്ല. അല്ലെങ്കിൽ ഇനി താമസിച്ച് പോയ നാട്ടുകാരെന്ത് പറയും എന്ന് ആലോചിച്ചിട്ട് നേരത്തെ കെട്ടിച്ച് പിന്നെ പ്രശ്നത്തിൽ ചെയ്യപ്പെടുന്നു, ഇങ്ങനെയൊക്കെ കാണാറുണ്ട്. അതുകൊണ്ട് അതിനോട് എന്താ പറയാനുള്ളത്? അത് കൂടുതലും നമ്മുടെ സമൂഹത്തിൻ്റെ, അതായത് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു രീതി പറയുമ്പോൾ, അത് ഒരു കുട്ടിക്ക്, ഒരു പെൺകുട്ടിയാണെങ്കിൽ 18 വയസ്സ് മുതൽ ആൾക്കാർ ചോദിക്കും വിവാഹത്തെന്താന്ന്. അതിൻ്റെ ഒരു പ്രഷർ വീട്ടുകാർക്കുണ്ടായിരിക്കും. ഈ ക്വസ്റ്റ്യൻ ഫസ്റ്റ് സമൂഹത്തിന് നമ്മൾ നന്നാക്കേണ്ടി വരും അങ്ങനെ ചിന്തിക്കുമ്പോൾ. കാരണം ഒരു വിവാഹം എന്ന് പറയുന്നത് ആ വിവാഹം കഴിക്കുന്ന വ്യക്തി ആദ്യം തയ്യാറാവണം. ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് എനിക്കൊരു കുടുംബം ആകണം, എനിക്കൊരു വിവാഹം കഴിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു കുട്ടി വേണം എന്നൊക്കെ തോന്നുന്ന സമയത്തേ വിവാഹം കഴിക്കാവുള്ളൂ. അല്ലാതെ വീട്ടുകാരുടെ പ്രഷർ കൊണ്ടൊരു വിവാഹം കഴിക്കാൻ പോകരുത് ആദ്യം. അങ്ങനെ വരുമ്പോഴാണ് കൂടുതൽ വിവാഹത്തിന് തകർച്ചകളുണ്ടാകുന്നത്. എല്ലാം ജാതകത്തിൻ്റെ പ്രോബ്ലം ഒന്നും അല്ല. പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, ആ അഡ്വാൻസ് ആയിട്ട് വിവാഹ സമയം എപ്പോഴും വിവാഹത്തിനേക്കാളും പ്രയോറിറ്റി നമ്മൾ ഒരു ജോലിക്കും സ്വന്തം കാലിൽ നിലനിൽക്കാനായിട്ട് ഒരു കുട്ടിക്ക് കൊടുക്കണം. അതിനുശേഷം ഒരല്പസമയം ദോഷമായാലും കുഴപ്പമില്ല, അതിനുശേഷം വിവാഹം കഴിപ്പിക്കുന്നതാണ് നല്ലത്. അതിനുശേഷം പരിഹാരമൊക്കെ ചെയ്ത് ഫ്രണ്ടിലോട്ട് പോകാം. സ്വന്തം എപ്പോഴും ഒരു മനുഷ്യൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ സ്ട്രെസ് എന്താണ്? ഫൈനാൻഷ്യൽ സ്ട്രെസ്സാണ്, ഇല്ലേ? ഫൈനാൻഷ്യലി നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പ്രോബ്ലംസ് സ്വാഭാവികമായിട്ട് അവിടെ കുറയും. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് പരിഹരിച്ചു പോകാനായിട്ട് കഴിയും. അപ്പോൾ ഒരു സ്വയം പര്യാപ്തമാക്കിയ ഒരു കുട്ടിയെ ജീവിതത്തിലോട്ട് വിടുക എന്നുള്ളതാണ് ഒരു പാരൻസ് എന്നുള്ള രീതിയിൽ ഏതൊരു അച്ഛൻ്റെയും അമ്മയുടെയും ഉത്തരവാദിത്വം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം എത്ര ദോഷകാലഘട്ടം ആണെങ്കിൽ പോലും അവരെ എന്തൊക്കെ ദോഷങ്ങളാണെങ്കിലും അത് സാമ്പത്തികം ഉണ്ടെങ്കിൽ അത് അതിജീവിച്ച് പൊക്കോളും. അതുപോലെ ജാതകം നോക്കുമ്പോൾ ചിലപ്പോൾ ഇയാൾക്ക് 24 അല്ലെങ്കിൽ 25 വയസ്സിൽ ജോലി കിട്ടുമെന്നായിരിക്കും കാണുന്നത്. സർക്കാർ ജോലി എന്നൊക്കെ ആയിരിക്കും എഴുതി വെച്ചേക്കുന്നത് ജാതകത്തിൽ. പക്ഷെ അപ്പോഴൊന്നും അറിയിച്ചപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞാൽ ലഭിക്കുന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഇതെന്താ അന്ന് എഴുതി വെച്ച സംഭവം ഇപ്പോഴാണല്ലോ കിട്ടിയെന്ന്. അങ്ങനെയല്ല. അതെന്ന് വെച്ചാൽ ചിലപ്പോൾ ആ കർമാധിപതിയുടെ മഹാദശയോ അന്തർദശയോ കാലഘട്ടങ്ങൾ ആ സമയത്ത് വന്നു പോകുന്നുണ്ടാവും. അതുകൊണ്ട് അങ്ങനെ പറയുന്നേ ഉള്ളൂ. ആ വ്യക്തിയുടെ പരിശ്രമം പോലെ ഇരിക്കും ആ സമയത്ത് ജോലി കിട്ടുന്നതും കിട്ടാത്തതൊക്കെ. ഇപ്പോൾ എൻ്റെ ജാതകത്തിനകത്ത് കർമ്മഭാവം നോക്കുമ്പോൾ ഗവൺമെൻറ് ജോലിക്കുള്ള യോഗമുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് ഗവൺമെൻറ് ജോലിയാണോ ചെയ്യുന്നത്? അല്ല. എന്നാൽ ഞാൻ ഗവൺമെൻറ് പ്രോജക്ട്സിലാണ് വർക്ക് ചെയ്തിരുന്നത്. അത് പക്ഷേ നാട്ടിലല്ല. നമ്മൾ ഗവൺമെൻറ് ജോലി എന്ന് വിചാരിക്കുമ്പോൾ എവിടെയാണ് വിചാരിക്കുന്നത്? കേരള സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ ജോലിയല്ലേ ചിന്തിക്കുന്നത്. അത് നമ്മുടെ ചിന്താഗതിയുടെ പ്രശ്നമാണ്. മേഖല മാത്രമേ ഉള്ളൂ. ഒരു ചിലപ്പോൾ വേറെ, ഇപ്പോൾ ഈ രാജ്യത്ത് തന്നെ ആവണമെന്നില്ല ഗവൺമെൻറ് ജോലി കിട്ടുന്നത്. വേറൊരു രാജ്യത്ത് ഗവൺമെൻറ് ജോലി കിട്ടിക്കൂടാന്നുണ്ടോ? അങ്ങനെ കിട്ടാം. പിന്നെ ആ വ്യക്തിയുടെ പരിശ്രമവും ഹാർഡ് വർക്കും, അതുപോലെ തന്നെ അതിന് ആ പൊസിഷനിലോട്ട് നമ്മൾ 10ാം ക്ലാസ്സുകാരന് ഗവൺമെൻറ് ജോലി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്വാളിഫിക്കേഷനെ ഞാൻ പറയുന്നതല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ പഠിക്കാത്തൊരാളിന് നമുക്ക് ഗവൺമെൻറ് ജോലി കിട്ടുമെന്ന് ഈ കാലഘട്ടത്തിൽ പറഞ്ഞാൽ എത്രത്തോളം യുക്തിയുണ്ട് അതിനകത്ത്? അപ്പോൾ ആ വ്യക്തി ഗവൺമെൻറ് ജോലി കിട്ടുന്ന അതിനകത്തൊരു യോഗം ഉണ്ടെങ്കിൽ ആ യോഗം നേടിയെടുക്കാനുള്ള പരിശ്രമം ആ വ്യക്തിക്ക് വേണം. എഡ്യൂക്കേഷൻ വൈസും പരിശ്രമം കൊണ്ടും ഒക്കെ തന്നെയും ആ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ളൊരു കുട്ടിക്ക് ജോലി കിട്ടും.
അതുപോലെ തന്നെ നോക്കുമ്പോൾ ജാതകം നോക്കുമ്പോൾ ചിലപ്പം അയ്യോ ഇത് വളരെ മോശമായൊരു ജാതകമാണല്ലോ, അല്ലെങ്കിൽ ചിലത് കാണുമ്പോൾ നല്ല ഭാഗ്യമുള്ള അല്ലെങ്കിൽ നല്ല നല്ല രാശിയിൽ നിൽക്കുന്ന ഒരു ഗ്രഹനിലയാണല്ലോ എന്നൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചിലത് കാണുമ്പോൾ നല്ലതാണെന്നും ചിലത് കാണുമ്പോൾ മോശമെന്ന് തോന്നുന്നതിൻ്റെ കാര്യം എന്തായിരിക്കും? അത് പ്ലാനറ്ററി പൊസിഷൻ കൊണ്ട്, അതായത് ഗ്രഹസ്ഥിതി എപ്പോഴും നല്ലതായിരിക്കണം. അത് പ്ലാനറ്റ്സിൻ്റെ സ്ട്രെങ്ത് വീക്ക്നെസ് നോക്കിയാണ് ഗ്രഹസ്ഥിതി നല്ലതാണോ എന്ന് പറയുന്നത്. അത് നല്ല ഭാവങ്ങളിൽ ഇപ്പോൾ വ്യാഴം ബലവാനായി നിൽക്കുന്നെങ്കിലും അനിഷ്ടഭാവത്തിലാണെങ്കിൽ അതിന് അത്രയും നല്ല പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ആ ഗ്രഹസ്ഥിതി പ്ലാനറ്ററി പൊസിഷൻ എപ്പോഴും ജാതകത്തിൽ നല്ലതായിരിക്കണം. അത് മാത്രമല്ല ലഗ്നാധിപതി എപ്പോഴും നല്ലതായിരിക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ്. അത് മാത്രമല്ല ഇപ്പോൾ ഗ്രഹസ്ഥിതി, ഇപ്പം ഫോർ എക്സാമ്പിൾ വ്യാഴം ബലവാനാണ്, വ്യാഴ ഉച്ചനാണ്. അപ്പോൾ ആ ലൈഫ് ലോങ് ആ വ്യാഴത്തിൻ്റെതായ പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളുണ്ടാവും. പക്ഷേ മഹാദശ വ്യാഴത്തിൻ്റെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വ്യാഴത്തിൽ പറയുന്ന എല്ലാ ഗുണങ്ങളും ആ വ്യക്തി പൂർണ്ണമായി അനുഭവിക്കണം എന്നില്ല. ഇപ്പം അതിൽ നിൽക്കുന്ന ആ ജാതകത്തിൽ ഇപ്പം മോശമായിട്ട് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ മഹാദശയായിരിക്കും അവരുടെ ജീവിതത്തിൽ എപ്പോഴും വരുന്നത്. പിന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ഫൗണ്ടേഷൻ ഇടേണ്ട ഒരു സമയമുണ്ട് അല്ലേ, ഒരു ജീവിതത്തിലൊരു ഫൗണ്ടേഷൻ കൊടുക്കേണ്ട ടൈമുണ്ട്. അത് വളരെ ചെറുപ്പമായ കാലഘട്ടത്തിലാണ് അവർ ലൈഫിലൊരു ഫൗണ്ടേഷൻ ഇടേണ്ടത്. ആ കാലഘട്ടത്തിൽ നല്ല സമയം വരേണ്ടതും. അങ്ങനെ വരുന്ന ജാതകങ്ങൾ നല്ലതാണ്. ആ ഫൗണ്ടേഷൻ ഇടേണ്ട അവരുടെ യൗവന കാലഘട്ടത്തിൽ അവർക്ക് ബുദ്ധിയും ആരോഗ്യവും ഒക്കെയുള്ള സമയത്ത് ദോഷകാലഘട്ടമാണെങ്കിലോ അവർക്ക് കൃത്യമായ ഒരു സമയത്ത് ഒരു ഫൗണ്ടേഷൻ കൃത്യമായിട്ട് ഇടാൻ പറ്റില്ലല്ലോ. അപ്പം കേതു ദശയാണ്, അല്ലെങ്കിൽ ഏറ്റവും മോശമായ സമയമാണ്, അല്ലെങ്കിൽ രാഹു ദശയാണ്, അല്ലെങ്കിൽ കണ്ടകശനിയാണ്. അപ്പം ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഒരു ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ. കൂടുതലും പ്രാർത്ഥന തന്നെയാണോ പറഞ്ഞു കൊടുക്കാറുള്ളത്, അല്ലെങ്കിൽ വേറെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള റെമഡീസ്? അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇപ്പോൾ ഒരു ബയോളജി ക്ലാസ് ഇരുന്നിട്ട് കെമിസ്ട്രി പഠിക്കാൻ പറ്റുമോ? കെമിസ്ട്രി ക്ലാസ് ഇരുന്ന് മലയാളം പഠിക്കാൻ പറ്റില്ല. ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ എനർജി ഉണ്ട്. ഇപ്പോൾ ഒരു മാഡം ഇപ്പോൾ എനിക്ക് തരുന്നൊരു എനർജി ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാൾ ആ സങ്കടം എന്ന് പറയുന്ന എനർജി ആയിരിക്കും നമുക്ക് തരുന്നത്. ദേഷ്യപ്പെടുന്ന ആൾ ദേഷ്യം എന്ന് പറഞ്ഞ എനർജി ആയിരിക്കും നമുക്ക് തരുന്നത്. എന്ന് പറഞ്ഞ പോലെ ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ എനർജി ഉണ്ട്. അപ്പോൾ ആ ഗ്രഹങ്ങളുടെ സ്വഭാവം, ഇപ്പം ശനി ദശയാണെങ്കിൽ ശനിയുടെ സ്വഭാവമുണ്ട്, ശനിയുടേതായ ഒരു എനർജി വരും. പക്ഷേ ശനിക്ക് തന്നെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള നാച്ചുറലി മാലിഫിക് പ്ലാനറ്റാണ് ശനി. സ്വാഭാവികമായിട്ടും അതിന് നെഗറ്റീവ് ഷെയ്ഡുണ്ട്. പക്ഷേ അത് ഫങ്ഷണലി ബെനിഫിക് ആവാം. നാച്ചുറലി മാലിഫിക് പ്ലാനറ്റ് ഫങ്ഷണലി ബെനിഫിക് ആവാം. നാച്ചുറലി ബെനിഫിക് പ്ലാനറ്റ്സ് ഫങ്ഷണലി മാലിഫിക്കും ആവാം. അപ്പം ആ ഗ്രഹങ്ങളുടെ മഹാദശാ കാലഘട്ടം എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും ഒരു വ്യക്തിയുടെ അനുഭവങ്ങൾ പോകുന്നത്. ഒരു വീട്ടിൽ ഇപ്പം 4 പേരുണ്ട്, ഇപ്പം അച്ഛൻ, അമ്മ, 2 മക്കൾ. അതിൽ ഒരേ വീട്ടിൽ തന്നെ രണ്ട് പേർക്ക് ഒരേ നാളാണ് വരുന്നത്. അല്ലെങ്കിൽ അപ്പോൾ പറയാറ് ചിലപ്പോൾ 3 പേർക്ക് ഒരേ നാളായിരുന്നേ നന്നായിരുന്നേനെ, അങ്ങനെയൊക്കെ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടോ? അങ്ങനെ അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. ചിലപ്പോൾ ഒരേ നാളിലൊക്കെ അപ്പം അച്ഛനും മകനും അല്ലെങ്കിൽ അമ്മയും ഒരേ നാൾ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഇപ്പം ഭാര്യയും ഭർത്താവും ഒരേ നക്ഷത്രത്തിൽ വരുന്നതും അത്ര നല്ലതല്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് നല്ല കാലം വരുമ്പോൾ ഒരുമിച്ച് നല്ലതും മോശമായ കാലഘട്ടങ്ങൾ വരുമ്പോൾ ഒരുമിച്ച് മോശവും വരും. പിന്നെ അവർ തമ്മിൽ ഏജ് ഡിഫറൻസോ അല്ലെങ്കിൽ ജന്മശിഷ്ട ദശാ കാലഘട്ടത്തിലുള്ള ഡിഫറൻസോ കൊണ്ട് ചിലപ്പോൾ അല്ലാതെ പോയേക്കാം. പക്ഷേ അത് ഒരേ പാറ്റേണിൽ പോകുന്ന മഹാദശാ കാലഘട്ടങ്ങളാണെങ്കിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ മഹാദശ എന്ന് പറയുന്നത് ഈ ഇപ്പോൾ ശനിദശയാണെങ്കിൽ ആ വ്യക്തി, ഇപ്പോൾ മാഡം നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, അതിലിപ്പോൾ മഹാദശാ കാലഘട്ടം ദോഷമാണ്, ഇപ്പോൾ നമ്മൾ ഗൈഡൻസ് കൊടുക്കുന്നത്. ഇപ്പം ശനിദശാ കാലഘട്ടമാണെങ്കിൽ അതൊരു യോഗി പ്ലാനറ്റാണ്, അതൊരു കാർമിക് പ്ലാനറ്റാണ്. അപ്പം ആ കാലഘട്ടത്തിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം. നമ്മൾ ഒരു മെറ്റീരിയൽ കംഫർട്ട്സിന് വേണ്ടിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സമയത്ത് നമ്മൾ വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും. ആ സമയത്ത് നമ്മൾ എന്ത് എനർജിയാണ് നമുക്ക് കൂടുതൽ കൂട്ടേണ്ടത്? ആ സമയത്ത് അവിടെ കർമ്മം, സ്പിരിച്വാലിറ്റി എന്നുള്ള കാര്യമായിരിക്കും ശനി ദശാകാലഘട്ടത്തിൽ കൂട്ടേണ്ടത്. പിന്നെ അതുപോലെ ഇപ്പം ഒരേ ദശാകാലഘട്ടങ്ങളുള്ള ഒരു വീട്ടിലെ കുടുംബാംഗങ്ങൾ ഒരേ ദശാകാലഘട്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് നല്ലതും ചീത്തയായിട്ടുള്ള കാലഘട്ടങ്ങൾ ഒരുപോലെ പോയേക്കാം. അത് ഗുണവും വരുമ്പോൾ ഗുണമായിരിക്കും, ദോഷം വരുമ്പോൾ ദോഷമായിരിക്കും. പിന്നെ 3 നക്ഷത്രങ്ങളുള്ളത് നല്ലതാണോ ചീത്തയാണോ അങ്ങനെയൊന്നും അതിനകത്ത് ഇല്ല, ഗുണമാണെന്ന് പറയാറുണ്ട്. പലപ്പോഴും ഈ ഇന്ന ഗ്രഹനിലയോടുകൂടി ജനിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു നാളിൽ ജനിക്കുക നമ്മുടെ പൂർവ്വകർമ്മമായിട്ട് അല്ലെങ്കിൽ പൂർവ്വജന്മമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതിനെയാണോ? ഈ ഒരു ജന്മത്തിൽ നമുക്ക് ഇന്ന നാളിൽ തന്നെ ഇന്ന സമയത്ത് ജനിക്കുന്നതും നമുക്ക് ഇങ്ങനെ ഗ്രഹനില കിട്ടുന്നതും ഒക്കെ അതെ പൂർവ്വജന്മ കർമ്മഫലത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആണ് നമ്മുടെ ഹൊറോസ്കോപ്പ് എന്ന് പറഞ്ഞ ഗ്രഹസ്ഥിതി ആണല്ലേ.
അപ്പോൾ പൂർവ്വജന്മം അതിലറിയാൻ പറ്റും നമ്മൾ ഇതിനു മുമ്പ് എന്തായിരുന്നു, ആരായിരുന്നു, എന്തായിരുന്നു പേര്, ഇതൊന്നും അറിയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ അതായത് പൂർവ്വജന്മ കർമ്മ ദുരിതങ്ങളുണ്ടോ ഗുണങ്ങളുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. സഞ്ചിത കർമ്മവും അല്ലെങ്കിൽ അങ്ങനെ അറിയാൻ നമ്മള് അങ്ങനെയുള്ള നല്ല കർമ്മങ്ങളാണോ ദോഷകർമ്മ ദൃഢം ദൃഢാദൃഢം അദൃഢം എന്ന് പറയുന്ന 3 പ്രകാരേണയുള്ള കർമ്മഫലങ്ങളുണ്ട്. അതിനകത്ത് കർമ്മ ദുരിതങ്ങൾ ഇപ്പം നല്ല ജാതകമായിട്ടും എന്തുകൊണ്ട് എനിക്ക് മോശം സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം അതാണ്. പൂർവ്വജന്മ കർമ്മ ദുരിതങ്ങൾ ഉണ്ടാവും അതിനകത്ത്. ആ ബ്ലോക്ക് മാറ്റുമ്പോൾ മാത്രമേ നമുക്ക് അതിനകത്തോട്ട് ആ ഗ്രഹസ്ഥിതിയുടെ പൂർണ്ണമായ അനുഭവങ്ങളിലോട്ട് നമുക്ക് പോകാൻ കഴിയുള്ളൂ. ചിലപ്പോൾ ഈ ജന്മത്തിൽ വലിയ കാര്യങ്ങളോ വലിയ പഠിത്തമോ അല്ലെങ്കിൽ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ എന്നാൽ നല്ല രീതിയിൽ പടിപടിയായിട്ട് കയറി പോകുന്നത് സാമ്പത്തികമായിട്ട് സ്റ്റേബിൾ ആവുന്ന ആൾക്കാരെയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചു നമ്മൾ ഇത്രയും പരിശ്രമിച്ചിട്ട് നമുക്ക് ആ ലെവലിൽ എത്താൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ചിലർ പെട്ടെന്ന് പടിപടിയായിട്ട് കയറി പോകുന്നു. അപ്പോൾ ചിലപ്പോൾ മുൻജന്മത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തു മുൻജന്മ സുഹൃതമുണ്ട്, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? മുൻജന്മ സുഹൃതമുണ്ട്, മഹാദശ കാലഘട്ടം നല്ലതായിട്ട് വരുന്നതും ഉണ്ടാവും. പ്രത്യേക പ്രാർത്ഥനകളോ അല്ലെങ്കിൽ പള്ളിയിൽ പോകുമോ അമ്പലത്തിൽ പോകുമോ ഒന്നും ചെയ്യാത്തവരായിരിക്കും, പൂർവ്വജന്മ പോലും ഇല്ലാത്തവരായിരിക്കും. പക്ഷെ അവർക്ക് യാതൊരു കുഴപ്പങ്ങളും പുറമേ നമ്മൾ നോക്കിയിട്ട് കാണാറില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെയുള്ള എന്തെങ്കിലും അത് മാത്രമല്ല, അതിനകത്ത് ഏതൊരു വ്യക്തി ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് കഴിവുള്ളവരായിരുന്നു എങ്ങനെ എത്തിയില്ല നമ്മൾ പറയില്ലേ ഉണ്ടല്ലോ. അതെന്തുകൊണ്ടായിരിക്കും? ഭാഗ്യം എന്ന് പറയുന്ന വിഷയം ഇല്ലാത്തത് കൊണ്ടായിരിക്കും. അപ്പോൾ ഭാഗ്യഭാവം 9ാമത്തെ രാശി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വരാത്ത ആ രാശി വരാത്തതും ചിലപ്പം ഇതുപോലെ മുൻജന്മങ്ങളിലുള്ള മുൻജന്മ ദുരിതമാണ്. 9ാം ഭാവം ദോഷമായിട്ട് നിൽക്കുന്നതും എല്ലാം ഉണ്ട്, പക്ഷെ ഒന്നുമില്ല എന്നുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. ഉണ്ട് എന്നുവെച്ചാൽ നോക്കുമ്പോൾ എല്ലാം വീടുണ്ട്, ബന്ധുക്കളുണ്ട്, കുടുംബമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ സന്തോഷമില്ല, ഒന്നിനും സാറ്റിസ്ഫൈഡ് ആവാറില്ല. ഞാൻ ഈ നാളിൽ ജനിച്ചതാണ് എൻ്റെ കുഴപ്പം, അല്ലെങ്കിൽ ഇന്ന നാളിൽ ജനിക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്ന രാശി ജനിക്കണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിക്കുന്ന ഒരുപാട് പേര് നമ്മൾ കമന്റ് ബോക്സിലൊക്കെ കാണാറുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? അത് ഒന്നെന്ന് വെച്ചാൽ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ എന്തൊരു സാഹചര്യത്തിലും നമ്മൾ സാറ്റിസ്ഫാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം എന്നുള്ളതാണ്. നമ്മുടെ ഒരു പ്രതീക്ഷ എങ്ങോ നിൽക്കണു, നമ്മുടെ റിയാലിറ്റി വേറൊരിടത്ത് നിൽക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള നക്ഷത്രം ജനിക്കോ വേണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നത്. ഒന്ന് നമുക്ക് എന്ത് വിഷയത്തിനെയും ഇപ്പം ഏത് കാര്യത്തിനെയും നമുക്ക് ഇപ്പം ചന്ദ്രനിൽ തന്നെ പോകുന്നുണ്ട് അല്ലേ, ബഹിരാകാശത്ത് പോകുന്നുണ്ട്. എന്ത് കാര്യം മനുഷ്യനാൽ കഴിയുന്നതാണ്. നമ്മൾ ഈ ജന്മത്തെ എന്ത് ചെയ്തു എന്ന് ആദ്യം ചോദിക്കണം. നമുക്ക് ഇപ്പോൾ ഈ നക്ഷത്രത്തിൽ ജനിക്കേണ്ടായിരുന്നു എന്ന് പറയുന്ന അതേ വ്യക്തികൾ ഈ ജന്മത്തിന് വേണ്ടി നമ്മൾ എന്താ ചെയ്തത് എന്ന് സ്വയം ചിന്തിക്കണം. പിന്നെ ആ റിയാലിറ്റിയായിട്ട് നമ്മൾ പൊരുത്തപ്പെടാനായിട്ട് ശ്രമിക്കണം. ആ സാഹചര്യത്തിനെ മാറ്റാനായിട്ടുള്ള ശ്രമം ഇവരെന്താ കൊടുത്തേ? ആ സാഹചര്യത്തിന് മാറ്റാനായിട്ടുള്ള ശ്രമം ഒരു മനുഷ്യനാണ് കൊടുക്കേണ്ടത്, ഗ്രഹങ്ങൾ വന്ന് കൊടുക്കത്തില്ല. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടും ഈ ചോദ്യം ചോദിക്കാനുള്ള അർഹതയുണ്ട്, ചെയ്യാത്തൊരു ഈ ചോദ്യം ചോദിക്കാനുള്ള ഒരു അർഹതയില്ല. എത്ര പരിശ്രമിച്ചിട്ടും നമ്മൾ ആ വിജയിക്കുന്ന ലെവലിലേക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ ചിലപ്പോൾ എനിക്കിപ്പോൾ വിജയിക്കുന്നിടം വരെ പരിശ്രമിക്കണം. വിജയിക്കുന്നിടം വരെ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, എൻ്റെ ദശ മോശമായതുകൊണ്ടായിരിക്കും. അല്ലല്ല, അതായത് ഇപ്പം ഉദാഹരണമായിട്ട് ഇപ്പോൾ കർമ്മഭാവം ദോഷമാണ്, കർമ്മഭാവം മോശമാണെങ്കിൽ നമ്മൾ കൂടുതൽ പരിശ്രമം അവിടെ ആവശ്യമാണ്. അവിടെ നമ്മൾ വേറൊരാളിനെയും വെച്ച് കമ്പയർ ചെയ്യാൻ പോകരുത്. നമ്മളവിടെ കമ്പാരിസൺ നടത്തുമ്പോഴാണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ എനർജി ലെവൽ ബാക്കിലോട്ട് പോകുന്നത്. വേറൊരാൾ ചിലപ്പോൾ ഭാഗ്യമുള്ള ആൾ, അല്ലെങ്കിൽ പൂർവ്വജന്മ സുഹൃതമുള്ള ആൾ, അല്ലെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്കുള്ള ആൾ വേറൊരു വളരെ വേഗം പരിശ്രമിച്ച് നേടുമ്പം നമ്മൾ അവരെ നോക്കി ഡിസപ്പോയിൻറ്റഡ് ആവരുത്. നമ്മൾ അതിന് വേണ്ടി എത്തിപ്പെടാനായിട്ട് ആ വിജയം ഉണ്ടാകുന്നിടം വരെയും പരിശ്രമിക്കണം എന്നുള്ളതാണ്. വീഴ്ചയെ നോക്കരുത്. അങ്ങനെ വീഴ്ചയെ നോക്കിയിരുന്ന ഈ പി ടി ഉഷ ആവാൻ പറ്റുമായിരുന്നു? വീഴ്ചയെ മാത്രം നോക്കിക്കൊണ്ടിരുന്നെങ്കിൽ ഇല്ല. അപ്പം നമ്മൾ ഓടി വിജയിക്കാൻ പറ്റുന്നിടം വരെ വീണ്ടും തന്നെയായിരിക്കും പോകുന്നത്. അതൊരു റിയാലിറ്റിയാണ്. ആ റിയാലിറ്റിയെ ഉൾക്കൊള്ളണം. റിയാലിറ്റി ഉൾക്കൊള്ളണം എന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പം ഇങ്ങനെയൊക്കെ പ്രശ്നമുള്ളവർ ഒരു പക്ഷേ ഈ പറഞ്ഞ റേക്കി ഹീലിംഗ് അല്ലെങ്കിൽ അങ്ങനെയുള്ള റേക്കി ഹീലിംഗ് ഒക്കെ കൊടുക്കും. റേക്കി ഹീലിംഗ് നമ്മുടെ പേഴ്സണാലിറ്റിയിലും ഒരു ഡീപ്പ് റിലാക്സേഷൻ അവിടെ കൊടുക്കും. അപ്പം മനസ്സും നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിരിക്കുന്ന വിഷയമാണല്ലേ. അപ്പം മാത്രമല്ല, പിന്നെ വേറൊരു വിഷയം എന്ന് പറയുന്നത്, നമ്മൾ പണ്ടത്തെ കാലത്ത് ഇപ്പോൾ നമ്മുടെയൊക്കെ അമ്മയുടെയോ അച്ഛൻ്റെയോ ഒക്കെ കാലഘട്ടത്തിൽ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഉണ്ടായിരിക്കും. അവിടെ ഇന്നല്ലേ ഈ സൈക്കോളജിയും ആസ്ട്രോളജിയും ഒക്കെ ഇത്ര കൂടുതലായിട്ട് വന്നത് അല്ലേ? അതെന്തുകൊണ്ടായിരിക്കും?
അപ്പോൾ ആ വിട്ടുമാറി നിന്നപ്പോൾ അതായത് നമുക്ക് മെന്റൽ സപ്പോർട്ട് ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെ അത് കാലഘട്ടത്തിൽ അത് കിട്ടുന്നില്ല. ആർക്കൊക്കെ സമയമുണ്ട് നമ്മുടെ മാനസികമായിട്ട് നമ്മൾ എന്തെല്ലാം ഇമോഷണൽ ആയിട്ടുള്ള സ്ട്രെസ്സിലൂടെയാണ് പോകുന്നതെന്ന് അറിയാനായിട്ട് ശ്രമിക്കുന്ന എത്ര ബന്ധുക്കളുണ്ട്, എത്ര സൗഹൃദങ്ങളുണ്ട്. പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല അങ്ങനെ ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ടാണ് ഈ സബ്ജക്റ്റിന് അത്രയും പ്രാമുഖ്യം വന്നത്. പലരും പറയും അതൊരു ബിസിനസ്സാണ്. ബിസിനസ്സൊന്നും അല്ല. ബിസിനസ് ഉണ്ടാവണമെങ്കിൽ തന്നെ അവരുടെ ഡിമാൻഡ് ഇല്ലാതെ എന്ത് ബിസിനസ് നടക്കും? അവിടെ ഡിമാൻഡ് ഉള്ളത്, ഡിമാൻഡ് ഹൈ ആവുന്നത് കൊണ്ടാണ് ആ ബിസിനസ് പോകുന്നത്. ബിസിനസ് ആണെങ്കിൽ പോലും ഇല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി. അപ്പം ഈ പണ്ടത്തെ കാലത്തെന്ന് പറയുന്നത് നമുക്കിപ്പം ഒരു ഇമോഷണൽ സപ്പോർട്ടിന് അവരുടെ സിബ്ലിങ്സ് ഉണ്ടായിരിക്കും, ബന്ധുക്കളുണ്ടായിരിക്കും, ഒക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരും ഒന്നുകിൽ എഡ്യൂക്കേഷനിലോ അല്ലെങ്കിൽ കരിയറിലോ അവർ ശ്രദ്ധിച്ച് അവരുടെ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കും അവർ നെട്ടോട്ടം ഓടുന്നത്. അതിൻ്റെ ഇടയിൽ അവർക്ക് മറ്റുള്ളവരുടെ പ്രോബ്ലംസ് റിസോൾവ് ചെയ്യാനുള്ള സമയമൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് ഈ പറയുന്ന സബ്ജക്ട്സിന് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ആൾക്കാർക്ക് സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മളെ അപേക്ഷിച്ച് വിദേശീയർക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് പറ്റുന്നുണ്ട്. വെച്ചാൽ അവരെന്ന് വെച്ചാൽ ജോലി ചെയ്യുന്ന സമയം നന്നായിട്ട് ജോലി ചെയ്യും, റിലാക്സ് ചെയ്യേണ്ട സമയത്ത് നന്നായിട്ട് റിലാക്സ് ചെയ്യാനും അറിയാവുന്നവരാണ്. അതുകൊണ്ട് അവർ ആ പൈസയൊക്കെ ഈ പറഞ്ഞ സ്പിരിച്വാലിറ്റിക്ക് ഡിവിനിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയും യാത്രകൾക്ക് പോവുകയൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. നമുക്കെന്ന് വെച്ചാൽ 24/7 വർക്ക് ചെയ്യുന്ന രീതി, എന്നാൽ മാത്രമേ പൈസ അത്രയ്ക്ക് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒന്ന് വരുമാനം കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സ്പിരിച്വാലിറ്റിക്ക് വേണ്ടിയിട്ടൊന്നും നമുക്ക് പലപ്പോഴും സമയം കിട്ടാറില്ല. അതുകൊണ്ടാണ് ഈ പലപ്പോഴും പലരെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നതും ഹീലിങ്ങിന് പോകേണ്ടി വരിക. അല്ല സ്വയം പഠിച്ച് അതിനൊന്ന് ഹീൽ ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്ത് ഇരിക്കാനൊന്നും ആർക്കും സമയം കിട്ടുന്നില്ല. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഇത്രയും ഹോസ്പിറ്റൽസ് കൂടുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇത്ര കുറഞ്ഞു. അതായത് ഞാൻ പറയുന്നത് ഈ നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ വിദേശീയർ അവർ കൂടുതൽ മെന്റൽ ഹെൽത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നവരാണ്. ഇവിടെ എത്ര പേര് എത്ര ഓഫീസുകളിൽ നമുക്ക് അങ്ങനെ ഒരു കൗൺസിലിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ പരാതികളോ നമുക്കൊരു വർക്ക് പ്രഷറോ അതിനെപ്പറ്റി അന്വേഷിക്കുന്ന ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അത് എഫക്റ്റീവോ അല്ല. എന്നുവെച്ചാൽ അത് പുറമെ അറിയുക എനിക്കൊരു പ്രശ്നം ഉണ്ടെന്ന് പുറത്ത് 10 പേരോട് പറയുന്ന ഒരു നാണക്കേടായിട്ട് ചിന്തിക്കുന്ന സമൂഹമാണ് ഇപ്പോഴും ഉള്ളത്. അല്ലേ? നമുക്കത് മാനസിക രോഗിയായിട്ടോ വേറെ രീതിയിൽ കാണുന്ന ആ ഒരു കാലഘട്ടം മാറേണ്ട സമയമായി കഴിഞ്ഞു. അതായത് ഞാനിപ്പോൾ വിദേശത്ത് വർക്ക് ചെയ്തപ്പോൾ നമ്മുടെ ജോബ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ചിലപ്പോൾ ഒരു ദിവസം നമ്മൾ വെറുതെ ഇരിക്കുകയായിരിക്കും. നമ്മൾ ആ ജോബ് റെസ്പോൺസിബിലിറ്റിക്ക് അപ്പുറം നിന്നുകൊണ്ട് ഒരു കാര്യം നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഓവറായിട്ട് നമുക്ക് സ്ട്രെസ് തരുന്ന ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയറും ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. അതൊരു വലിയ ഭാഗ്യം തന്നെ പറയാം. അതെ, അങ്ങനെ ഒരു ഇതില്ല. നമുക്ക് നമ്മുടെ വളരെ റിലാക്സ്ഡ് ആയിട്ട് വർക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അതേസമയം നമുക്ക് ഇവിടെ വന്നിട്ട് നേരെ വർക്ക് ചെയ്യാൻ പോകാൻ പറ്റത്തില്ല. വർക്ക് ചെയ്യാനും അത് ഒട്ടും താല്പര്യമില്ല. കാരണം അത് ഒരു പലയിടത്തും വളരെ ടോക്സിക് ആയിട്ടുള്ള എൻവയോൺമെന്റ് ഉള്ള പലയിടത്തും ഉണ്ട് ഇല്ലേ മറ്റുള്ള. അപ്പോൾ ഇവിടെ കൂടുതലും നമ്മളൊരു മെന്റൽ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ കൊടുത്തു വരുമ്പോൾ തന്നെ നമ്മുടെ പകുതി മുക്കാൽ പ്രോബ്ലംസ് അവിടെ റിസോൾവ് ആകും. അതെ അതെ. പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ചാനൽ നടത്തി പോകുമ്പം എത്രയോ പേര് നമ്മളിവിടെ ഇതുപോലെ വന്നിട്ട് അവരെ പോലെ ഒക്കെ വന്ന് സംസാരിച്ചൊക്കെ പോയിട്ടുണ്ട്. ആദ്യമൊക്കെ നമ്മൾ എപ്പോഴും സ്പിരിച്വാലിറ്റി ഡിവിനിറ്റി എന്നൊക്കെ തന്നെയാണ് ചിന്തിച്ചിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ കാലം കഴിയും തോറും നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ശരിക്കും അത്രയും സ്പിരിച്വൽ ആണോ, അത്രയും ഡിവൈൻ ആണോ എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ട്. അതായത് ജ്യോത്സ്യം നോക്കുന്നവർ അല്ലെങ്കിൽ ഇതുപോലെ ഹീലിംഗ് ചെയ്യുന്നവരൊക്കെ ശരിക്കും സ്പിരിച്വൽ ആണോ, ഡിവൈൻ ആണോ എന്നുള്ള ചോദ്യം ഒരുപാട് പ്രേക്ഷകർക്കും തോന്നിയിട്ടുണ്ടാവും. അല്ലെ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഇതൊക്കെ ഈ മേഖലയിൽ നിൽക്കുന്നവർക്കൊക്കെ അവരുടെ പ്രശ്നങ്ങൾ നേരത്തെ മുൻകൂട്ടി കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ റിസോൾവ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. നമ്മളാണ് ഇത് നമുക്കൊന്നും സാധിക്കാത്തവർ എന്ന് ചിന്തിച്ചിട്ട് അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? ഇതിപ്പം എന്താണ് ഈ സ്പിരിച്വാലിറ്റി എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അല്ലെങ്കിൽ പണ്ടത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും മരത്തിന് ചോട്ടിപ്പോയി അതല്ല സ്പിരിച്വാലിറ്റി, കാവ്യ കൊടുത്ത് നടക്കുന്നതല്ല സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. വേഷഭൂഷാദികളിൽ സ്പിരിച്വാലിറ്റി നമ്മുടെ ഉള്ളിലാണ് സ്പിരിച്വാലിറ്റി ഉണ്ടാവേണ്ടത് അല്ലേ. നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവണം അല്ലേ. നമ്മുടെ സമൂഹത്തിലൊരു ഭാഗം തന്നെയാണ്. അപ്പം ഇതിനകത്ത് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നർ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ച ആൾക്കാരാണ് സ്പിരിച്വൽ എന്ന് പറയാൻ പറ്റും. ഞാൻ എന്താണ് എൻ്റെ സോൾ പർപ്പസ് എന്താണെന്ന് റിയലൈസ് ചെയ്ത ഒരാൾ സ്പിരിച്വലാണ്. അല്ലെങ്കിൽ എൻ്റെ ഇന്നർ സ്ട്രെങ്ത് ഞാൻ വർദ്ധിപ്പിച്ച ഒരാളിന് മറ്റൊരാളിൻ്റെ ഇന്നർ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനായിട്ടുള്ളൊരു കഴിവുണ്ട്. ആൾ സ്പിരിച്വലാണ് ആണല്ലോ അല്ലേ. അപ്പോൾ അതാണ് സ്പിരിച്വാലിറ്റി. അല്ലാതെ ആ സ്പിരിച്വാലിറ്റിയുടെ ഡെഫിനിഷനാണ് അവിടെ പ്രോബ്ലം. ഒരു അന്ധവിശ്വാസം മാത്രമായിട്ട് അന്ധവിശ്വാസമല്ല, ഇതൊരു സയൻസ് ആണ് കാര്യമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എതിർക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് സബ്ജക്ട് നോളജ് ഇല്ലാത്തവരല്ലേ പറയുള്ളൂ. ഈ സബ്ജക്ട് നോളജ് ഉള്ളവർ പറയില്ലല്ലോ.
അപ്പോൾ അവരവരുടെ വിശ്വാസം തന്നെയാണ് ഏറ്റവും വലുത്. എന്നാലും ആ വിശ്വാസം നല്ലതാണെങ്കിൽ അത് അതിൽ അടിയുറച്ച് പോകുക എന്നുള്ളത്. വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുന്ന സമയം മുതൽ വിശ്വാസം എന്ന് പറയുന്ന ഘടകം നമ്മളെ കൂടെ ഉണ്ട് ഇല്ലേ? നമ്മൾ ഇപ്പം നമ്മുടെ അച്ഛനും അമ്മയും പറയണത് ഇതാണ് നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയും, ഇതാണ് നമ്മുടെ അച്ഛനും അമ്മയും. നമ്മൾ എന്തെങ്കിലും ഇവരെയൊക്കെ DNA ടെസ്റ്റ് നടത്താൻ പോയിട്ടുണ്ടോ? ഇല്ല. നമ്മൾ വിശ്വാസം ആ നിമിഷം മുതൽ നമുക്ക് വിശ്വാസത്തിൽ തന്നെയാണ് പോകുന്നത്. അച്ഛനും അമ്മയും നമ്മളെ സംരക്ഷിക്കും എന്നുള്ള വിശ്വാസം നമ്മൾ ചെറുതിലേ ഉണ്ടായിരുന്നു ഇല്ലേ? ഇങ്ങനെ പല വിശ്വാസങ്ങളിലും കൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത് ഇല്ലേ? നമ്മൾ വണ്ടി എടുത്ത് വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലെത്തുന്ന ഒരു വിശ്വാസം. അങ്ങനെ ഈ വിശ്വാസമാണ് നമ്മുടെ ലൈഫ് മുഴുക്കയും. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഒരു ഡോക്ടറെ കണ്ട എനിക്ക് ആ ഡോക്ടറെ വിശ്വാസമാണ് പറയില്ലേ പലരും. അപ്പോൾ ആ ആളിനോടുള്ള ട്രസ്റ്റ്, അതാണ് ആ വിശ്വാസം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ജ്യോത്സ്യന്മാരെ കൺസൾട്ട് ചെയ്യുമ്പോഴും നമുക്ക് ശരിക്കും വിശ്വാസമുള്ളിടത്തേക്ക് തന്നെ പോയി അല്ലേ ശരിയായ ഒരു ഗൈഡൻസ് തന്നെ ലഭിക്കുക എന്നുള്ളതാണ് വേണ്ടതല്ലേ. അല്ലാതെ ആദ്യം പിടിച്ച് അവിടെ പോണോ ഇവിടെ പോണോ എന്ത് ചെയ്യണമെന്ന് അറിയാൻ അതായത് കൂടുതൽ ഇന്നത്തെ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ന് ഈ ഒരു ശാസ്ത്രത്തിനെ കുറച്ചുകൂടെ സൈക്കോളജി ആയിട്ട് കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം ഇന്ന് ഒരാളും വന്ന് എനിക്കൊരു പ്രശ്നമാണ്, ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ സ്ട്രെസ് ആവാം, അല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലംസ് ആയിരിക്കാം, റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിരിക്കാം, അങ്ങനെ പല ടൈപ്പ് പ്രോബ്ലംസും. ഈ പ്രോബ്ലംസ് എല്ലാം ആദ്യം പോയി സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകണം എത്ര പേരുണ്ട്? സ്വയമേ ചിന്തിച്ച് നോക്കിയാൽ എത്ര പേരുണ്ടാവും? ഇതെല്ലാം ആസ്ട്രോളജറിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും വരുന്നത്. സൈക്കോളജി വേണം തീർച്ചയായിട്ടും. അപ്പോൾ അവരെ കേൾക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നമ്മളിപ്പോൾ പറയാൻ അവരടുത്ത് പറഞ്ഞ് അടിച്ചേൽപ്പിക്കും, ഇന്നത് പോയി ചെയ്തിട്ട് വരുമെന്ന് അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ഫസ്റ്റ് അവരെ കേൾക്കണം, അവർക്ക് എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കണം. ചിലപ്പോൾ അവർ ഓപ്പൺ അപ്പ് ചെയ്യുമ്പോൾ തന്നെ അവരെ പകുതി മുക്കാൽ പ്രോബ്ലംസ് അവിടെ റിസോൾവ് ആയിപ്പോകും. കേൾക്കാൻ ആശ്വാസം. അപ്പം അത് അങ്ങനെ വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട്. പിന്നെ ഈ ലോകാൽ ശാസ്ത്രമുഖാൽ ഗുരുമുഖാൽ എന്ന് പറയില്ല, ലോകം നമ്മൾ അറിയണം ഏത് കാലഘട്ടത്തിലാണ് നമ്മളിത് പ്രാക്ടീസ് ചെയ്യണമെന്നുള്ള കാര്യം നമ്മൾ അവെയർ ആയിരിക്കണം. ഈ കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് ഈ മനുഷ്യന്മാർ ചെയ്യുന്നതെന്ന് നമ്മൾ അറിയണം. എന്തൊക്കെ തൊഴിൽ മേഖലകളാണ് അവർ കൈകാര്യം അറിയണം. അപ്പോൾ അവരുടെ ഇന്നത്തെ ഇപ്പം പണ്ടത്തെ കാലഘട്ടത്തിൽ ഉള്ള പോലെയാണോ ഇന്നത്തെ പിള്ളേർ ചിന്തിക്കണേ? അല്ല. അപ്പോൾ അങ്ങനെ ആ ലോകത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞാലേ ഈ പ്രഡിക്ഷന് അപ്പം നമ്മൾ ഒരു 100 വർഷത്തിന് ബാക്കിൽ നിന്ന് പ്രഡിക്ഷൻ കൊടുക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അത് നമ്മൾ വളരെ അപ്ഡേറ്റഡ് ആയിട്ട് നിന്നാൽ കുഴപ്പമൊന്നുമില്ല. അപ്പം വളരെ എന്താ പറയുക, നമ്മൾ ഈ ഒരു യുഗത്തിൽ എങ്ങനെയാണ് ജ്യോതിഷം കൊണ്ടുപോകേണ്ടത്, എങ്ങനെയാണ് നോക്കി കാണേണ്ടത് എന്നൊക്കെ മാം വിശദമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അപ്പം തീർച്ചയായിട്ടും മാം ഇപ്പോൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ തന്നെ ചെയ്തു പോയത്. കൂടുതലും ഓൺലൈനാണെന്ന് പറഞ്ഞു, ബട്ട് വേണ്ടത്താണ് വീട്. അപ്പം താല്പര്യമുള്ളവർ ഇപ്പോൾ വിദേശത്തുള്ളവരാണെങ്കിലും ഇവിടെയുള്ളവരാണെങ്കിലും ഒക്കെ ഡയറക്റ്റ് ഫോൺ നമ്പറിൽ തന്നെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് തന്നെയാണ് കൺസൾട്ടേഷൻ ഒക്കെ ചെയ്തു പോരുന്നത് അല്ലേ? അപ്പോൾ അവരുടെ ഗ്രഹനിലയൊക്കെ നോക്കിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഈ പറഞ്ഞ പോലെ ഒരു കൗൺസിലിംഗ് പോലെ തന്നെ 1-1.5 മണിക്കൂറൊക്കെ സംസാരിച്ച് ഒരു പരിധിവരെ അവർക്ക് ആശ്വാസം കൊടുക്കാനും ഒക്കെ സാധിക്കുന്നുണ്ട്. ആ രീതി തന്നെയാണ് പോകുന്നത്. ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് നമുക്ക് പറയാനുണ്ടോ? എന്തെങ്കിലും കൂടുതലായിട്ട് എന്തെങ്കിലും? ട്രിവാൻഡ്രത്താണല്ലോ ഇപ്പോൾ കാര്യങ്ങൾ വീട്ടിൽ തന്നെയാണല്ലോ ചെയ്തു പോകുന്നത്. അതെ, ഞാൻ ഇത്രയും നാള് ഓൺലൈനായിട്ട് മാത്രമായിരുന്നു കൺസൾട്ടേഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. ഹീലിംഗ് പഠിച്ചതുകൊണ്ട് ഹീലിംഗ് ചെയ്യുന്നില്ല, പക്ഷേ റേഖി പഠിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്. അപ്പം ഏത് രീതിയിലുള്ള സംശയങ്ങളാണെങ്കിലും വിളിച്ച് അല്ലേ അത് പരിഹാരം കണ്ടെത്താവുന്നതാണ്. ഇനി എന്തെങ്കിലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാമോ? വീഡിയോ വൈൻഡപ്പ് ചെയ്യാമോ? നല്ല കാര്യങ്ങളാണ് ഇത്രയും നേരം നമുക്ക് പറഞ്ഞു തന്നത്. നമ്മുടെ പ്രേക്ഷകർക്ക് എനിക്ക് തോന്നുന്നു ഒരുപാട് സംശയങ്ങളുണ്ടാവും. അതായത് ഇതൊക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണോ, അന്ധവിശ്വാസമാണോ, അതോ ഈ യുഗത്തിന് പറ്റിയ കാര്യങ്ങൾ തന്നെയാണോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ വരാറുണ്ട്. അപ്പം അതിനൊക്കെ ഒരു പ്രശ്നപരിഹാരം എന്നുള്ള രീതിയിൽ നമുക്ക് ഈ വീഡിയോ കാണാം. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.